ഇങ്ങനെയൊരു ഫംഗ്ഷൻ നിങ്ങളുടെ കാറുകളിൽ ഉണ്ടായിരുന്നാൽ വളരെ ഉപകാരം തന്നെയാണ് കേട്ടോ. വളരെ സൗകര്യപ്രദമായ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ വാഹനങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സ്വിച്ച് നിങ്ങളുടെ വാഹനങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മിററിനെ സൈഡ് മിററിനെ മാനുവലായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് റിമോട്ട് ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ക്ലോസ് ആവുന്ന രീതിയിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഫ്രോൺസിലാണ്. ഫ്രോൺസ് ഒരു തരംഗം തന്നെ ആയിരിക്കാമെന്ന് പറയാം. അപ്പോൾ ആ ഒരു വാഹനത്തിൽ ഇങ്ങനെയൊരു ഫംഗ്ഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി തീരും. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റിലാണ് നമ്മൾ ഈ ഒരു മിറർ ക്ലോസർ ഫിറ്റ് ചെയ്യുന്നത്. 1 ഇയർ വാറണ്ടിയോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ മിറർ ക്ലോസറിന്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ നിങ്ങളുടെ വാറണ്ടി നഷ്ടപ്പെടുകയോ ഇൻഷുറൻസ് കിട്ടാതെ വരികയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം വയറിങ്ങുകളും കപ്ലറുകളും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓരോ വാഹനങ്ങളുടെയും ഫിറ്റ്മെന്റ് നമ്മളിവിടെ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് മറ്റൊരു ഐറ്റം കൂടി ചെയ്യുന്നുണ്ട്, ബാക്ക് ബമ്പർ LED. കമ്പനി വരുമ്പോൾ അതിലൊരു റിഫ്ലാക്ടർ ആയിരിക്കും ബാക്ക് ബമ്പറിൽ ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു റിഫ്ലാക്ടർ. ആ റിഫ്ലാക്ടർ നമ്മൾ പൂർണ്ണമായും റിമൂവ് ചെയ്തതിന് ശേഷം DRL മെട്രിക്സ് LED ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. 3 ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാറ്റകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രോൺസിൽ ചെയ്യുന്ന 2 വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിറർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. നമ്മൾ മിറർ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാം. പലപ്പോഴും നമുക്ക് പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടി സെൻട്രൽ ലോക്ക് അടിച്ച് പോയതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ ആ മിറർ ഒന്ന് മടക്കി വയ്ക്കായിരുന്നു, വാഹനങ്ങൾ തട്ടു. വാഹനത്തെ സ്നേഹിക്കുന്നവർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് പോകുമ്പോൾ വളരെ ടെൻഷനായിരിക്കും. നമ്മൾ എപ്പോഴും സെൻട്രൽ ലോക്ക് അടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ കാറിനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കാത്തവർ വളരെ അപൂർവം പേരുണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, അതൊരു മാനറിസമായി മാറിക്കഴിഞ്ഞു. നമ്മൾ വണ്ടി സെൻട്രൽ ലോക്ക് അടിച്ചാലും ജസ്റ്റ് നമ്മുടെ കാറിനെ നമ്മൾ തിരിഞ്ഞു നോക്കും. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാറുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലോ ശരിയാണെങ്കിലോ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ഒരു വാഹനമാണ് ഫ്രോൺസ്. അതെടുത്ത് നമ്മുടെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും പിന്നെ അത് മറക്കില്ല. നമ്മുടെ ഈ ഒരു മിറർ മടക്കി വയ്ക്കാൻ തുറക്കാനും അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഓപ്പൺ ചെയ്ത് വരും. വളരെ സൗകര്യമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. കൂടാതെ നമുക്ക് ബാക്കിലേക്ക് ഒരു ബാക്ക് ബമ്പർ LED കമ്പനി കൊടുക്കുന്ന ഒരു റിഫ്ലാക്ടറാണ്. ആ ഒരു റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ നല്ലൊരു മെട്രിക്സ് LED നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ റണ്ണിങ് ടൈപ്പ് കാണുമ്പോൾ ഒരു ഷോ വർക്ക് എന്ന് തന്നെ പറയാം. കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്കും അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രധാനമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിറർ ക്ലോസറാണ്. മിറർ ക്ലോസർ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കതൊരു ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZXi പ്ലസ്സിൽ അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ്സിൽ അങ്ങനെയുള്ള വാഹനങ്ങളിൽ നമുക്ക് ആ ജോയ്സ്റ്റിക്കിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. ആ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന മിററുകളാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. സെൻട്രൽ ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഫംഗ്ഷനാണ് ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ വാഹനത്തിനും അതാത് വയറിംഗ് കിറ്റുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നത്. കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന വാറണ്ടിക്കോ അതുപോലെ തന്നെ കാറിൻ്റെ പുതിയ കാറുകളുടെ വയറിങ്ങിനോ യാതൊരുവിധ കേടുപാടുകളും പറ്റുന്ന രീതിയിലല്ല നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു പ്രൊഡക്റ്റ്, ഒരു കാറിന് യോജിച്ച ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിന് ഫിറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അതിന് കപ്ലറുകളും കാര്യങ്ങളും സോക്കറ്റുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ആക്സസറീസ് മാർക്കറ്റിൽ അവൈലബിൾ ആയി വരുന്നത്. അതല്ലാതെ യൂണിവേഴ്സൽ ഐറ്റംസ് കാര്യങ്ങളും ഒന്നുമല്ല ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഫ്രോൺസിൻ്റെ മിറർ ക്ലോസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫ്രോൺസിൻ്റെ മിറർ ക്ലോസർ തന്നെ വേണം. വേറൊരു വാഹനത്തിൻ്റെ മിറർ ക്ലോസർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാത് കപ്ലറുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫിഗ്മെൻറ്റ് പുതിയ വാഹനങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ പ്ലഗിങ് പ്ലേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കത് സെൻട്രൽ ലോക്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഇതുപോലെയാണ് മിറർ ക്ലോസിങ്ങും മിറർ ഓപ്പണിങ്ങും ചെയ്യുന്നത്. വളരെ സൗകര്യപ്രദമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കത് തിരിച്ചു വന്ന് ചാവി ഓൺ ചെയ്ത് ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മിറർ രണ്ടും ക്ലോസ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബമ്പർ LED ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 3 ഓപ്ഷനാണ് ഇതിൽ വരുന്നത്: പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ. ഈ ഒരു 3 ഓപ്ഷനിലേക്ക് നമ്മൾ വയറിങ് ചെയ്യുന്നതും കപ്ലറുകളും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ വയറിങ് കാര്യങ്ങളും ചെയ്യുന്നത്.
കൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഫുഡ് സ്റ്റെപ്പ് പ്ലേറ്റ് ആണ്. കയറുന്ന ഭാഗം നമ്മുടെ കാലൊറഞ്ഞ് കേടുവരാതിരിക്കാനുള്ള ഒരു പ്ലേറ്റ് ഫ്രോൺസ് നേടിയത്. കൂടാതെ ഒരു സ്ലൈഡിംഗ് ഹാൻഡ് റെസ്റ്റ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ ഹാൻഡ് റെസ്റ്റ് ആണ്. ഏത് വാഹനത്തിനും നമുക്കത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാക്ക് ബമ്പർ LED വർക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതുപോലെ റൺ ചെയ്ത് കത്തുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ വരുന്നത്. കൂടാതെ പാർക്കിൽ ഡിമ്മായിട്ടും ബ്രേക്കിൽ ബ്രൈറ്റ് ആയിട്ടും കത്തുന്ന ഒരു ഫംഗ്ഷനും ഇതിനുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ബമ്പർ കാര്യങ്ങളെല്ലാം റീഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്വിച്ച് നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ചിലവ് വളരെയധികം കൂടും. ഇങ്ങനെ ഒരു ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങളുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഫംഗ്ഷൻ നമുക്ക് റിമോട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ച് ഇല്ലാത്ത വാഹനമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മിററിൽ മോട്ടർ ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫംഗ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് പുറമേ നിന്ന് നിങ്ങളുടെ സെൻട്രൽ ലോക്ക് റിമോട്ട് അമർത്തുമ്പോൾ കൃത്യമായിട്ട് തുറക്കുകയും കൃത്യമായിട്ട് അടയുകയും ചെയ്യും. ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയും. അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻട്രൽ ലോക്കുമേ നമ്മുടെ മിറർ ക്ലോസർ, ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ, അതുപോലെ തന്നെ ബാക്ക് ബമ്പർ LED, പിന്നെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റെസ്റ്റ്, ഫുഡ് സ്റ്റെപ്പിൽ വരുന്നൊരു ചെറിയൊരു പ്ലേറ്റ്. അതായത് ഇതുപോലെ 2 മിററും ക്ലോസ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ബമ്പർ LED കാണാനൊരു ഷോക്കി നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് ബമ്പർ LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു റിട്ടേൺ പോകും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് മാക്സ് സർവീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7306293594.